ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മലു സീരീസ് ചാനലിൽ ഈ ഒരു ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. ഈ പാട്ടിൻ്റെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പിയോനി കമ്പനിയിലാണ് കേട്ടോ. പിയോനി കമ്പനിയിൽ വന്നിട്ട് കുറേ ഇൻറ്റേൺസ് വന്നിട്ട് ഇപ്പോൾ ജോലിക്കായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ അവർക്കുള്ള ഇൻട്രൊഡക്ഷൻ എല്ലാം വന്ന് സാവോ കൊടുക്കുക, അതിനുശേഷം വാങ്ങ് വന്ന് ഇൻട്രൊഡ്യൂസ് ആവുന്നുണ്ട്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് അവർ പോകുന്ന സമയത്തും വെയ് എന്ന് പറയുന്ന ഒരു ചെറുക്കനുണ്ട് ഇൻറ്റേൺസിൽ. ആ ചെറുക്കന് വന്ന് സാവോനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളുടെ അടുത്ത് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വന്ന് വാങ്ങ് നല്ല വൃത്തിയായിട്ട് നോട്ട് ചെയ്യുന്നുമുണ്ട്. ഈ സെയിം ടൈമിൽ നമ്മുടെ സുവാങ്ങിനെ കാണിക്കുക കേട്ടോ. അപ്പോൾ സുവാങ്ങിനെ കാണാനായിട്ട് നമ്മൾ ഡോങ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ഇവർ വർക്കിൽ വന്നിട്ട് ഇവർക്കൊരു അഡ്വർടൈസ്മെൻറ്റ് ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഡയറക്ടേഴ്സിനെ നോക്കിയിട്ടും രണ്ടുപേരെ അവളതൊന്ന് സോർട്ട് ഔട്ട് ചെയ്ത് കൊണ്ടുവന്ന് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് രണ്ടുപേരെ പേര്. അതിൽ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുവാങ്ങിൻ്റെ ഇഷ്ടത്തിന് ഡിസൈഡ് ചെയ്തോളാൻ പറയുക കേട്ടോ. അതൊക്കെ പറഞ്ഞു കഴിയുന്ന സമയത്ത് സുവാങ് പറയുന്നത് ഒരു കാര്യം ചെയ്യും, നീ വൈകിട്ട് ഫ്രീ ആണെങ്കിൽ എൻ്റെ കൂടെ പുറത്ത് വരും, നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറയുന്ന സമയത്ത് ഇവൻ ഓൾറെഡി പ്രപ്പോസ് ചെയ്തൊക്കെ അല്ലേ. അവിടെ തന്നെ ഡോങ് പറയില്ല, എനിക്ക് ഇച്ചിരി ബിസിയാണ്, അവിടെ ഇന്ന് എന്തായാലും നടക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് അവളവിടെ നിന്ന് പോവാട്ടോ. പോകുന്ന സമയത്ത് ഇവൾക്കാണെങ്കിൽ പീരീഡ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റെയിന് കാണുമ്പോൾ ഇവ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ കോട്ട് എടുത്തിട്ട് ഇവളെ മറച്ചിട്ടാണ് ഇവളെ വിടുന്നത് കേട്ടോ. അപ്പോൾ ഇവൾക്ക് ആകെ ഒരുമാതിരി ഷൈ ആയിപ്പോയി. കാരണം ഒന്നാമത് ഇവൻ ക്ലൈൻറ്റ് മാത്രമല്ല, ഇവൻ പ്രപ്പോസ് ചെയ്തല്ലോ. അപ്പോൾ ഇവൻ്റെ മുന്നേ വെച്ച് ഇങ്ങനെ ആയപ്പോൾ അവൾ ഇച്ചിരി ഷൈ ആണ് കേട്ടോ. അപ്പോൾ ഇവള് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരെ വാഷ്റൂമിൽ ചെന്ന് ഇവള് ഫ്രണ്ട് പെണ്ണിനെ വിളിക്കാനായിട്ട് നോക്കും. പക്ഷെ ഫ്രണ്ട് പെണ്ണ് എന്തോ ഒരു ബിസി ആയിട്ടുള്ളൊരു ഷൂട്ടിങ്ങിലായതുകൊണ്ട് അവൾ ഈ കോൾ ശ്രദ്ധിക്കത്തില്ല. പക്ഷെ ആ സമയത്ത് അങ്ങോട്ട് സൂലി വന്നിട്ട് ഇവൾക്ക് വേണ്ടി സാവോന് ഡ്രസ്സ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. ഇവളുടെ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ട് നമ്മുടെ സുവാങ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാവോൻ്റെ ഡ്രസ്സ് വന്ന് സൂലിയുടെ അടുത്ത് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തരിപ്പിച്ചത്. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് അവൾക്ക് ഓക്കെ, അവൻ ഇത്രയും നല്ല മനസ്സുണ്ടല്ലോ എന്നൊക്കെ തോന്നുന്നെങ്കിലും അവളത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ. മാത്രമല്ല ഈ വെയ് എന്ന് പറയുന്ന ചെറുക്കനാണെങ്കിൽ എപ്പോഴും സാവോൻ്റെ പിന്നിലാണ്. ഇവർ വന്നാൽ ശരിക്കും പറഞ്ഞാൽ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റിലാണ് സാവോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവളുടെ പിന്നാലെന്ന് ഡൗട്ട് ചോദിക്കുക, അതുപോലെ അവൻ ചെയ്യുന്നതൊക്കെ കാണിച്ചു കൊടുക്കുക, എപ്പോഴും നമ്മുടെ സാവോൻ്റെ പിന്നാലെയാണ് കേട്ടോ. പക്ഷേ ഇതെല്ലാം വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ വാങ്ങും നല്ലപോലെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അവനാണെങ്കിൽ ഒന്നും വലിയ കാര്യത്തെ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അന്ന് ഉച്ചയ്ക്ക് വന്ന് ലഞ്ചിന് വന്ന് വാങ്ങും അതുപോലെ തന്നെ ഹൈയും കൂടിയാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഹൈക്ക് വന്നിട്ട് വാങ്ങിന് ഇഷ്ടമാണെന്ന്. അപ്പോൾ ഹൈ ഇങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ വാങ്ങിൻ്റെ അടുത്ത് പറയണം, നിനക്ക് എങ്ങനെയാണോ സാവോന് ഇഷ്ടം അതുപോലെ തന്നെ ഇപ്പോൾ പുതിയൊരു ഇൻറ്റേൺ വന്നില്ലേ വെയും, ആ ചെറുക്കിന് അവളെ ഇഷ്ടമാണെന്ന് പറയുന്ന സമയത്ത് വാങ്ങിനത് വലിയ കാര്യമായിട്ട് പിടിക്കുന്നൊന്നുമില്ല കേട്ടോ. മാത്രമല്ല ഹൈ പറയണം, എനിക്ക് ശരിക്കും നിൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു നിന്നെ, പക്ഷേ എങ്കിലും നിനക്ക് സാവോനെയാണ് ഇഷ്ടമെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നതിന് അർത്ഥമില്ല എന്നൊക്കെ പറഞ്ഞിട്ടും അവൾ പറയുന്ന സമയത്ത് വാങ്ങ് പറയാം, സോറി എനിക്ക് വന്ന് സാവോനെ തന്നെ ഇഷ്ടം എന്നുള്ള കാര്യം നമ്മൾ വാങ്ങും സമ്മതിക്കുക കേട്ടോ. മാത്രമല്ല വാങ്ങിൻ്റെ അടുത്തുള്ളൊരു കണ്ടീഷൻ പറയണം, ശരി എന്തുവായാലും നീ എനിക്ക് സെറ്റ് ആവത്തില്ലെന്ന് തീരുമാനമായി. അപ്പം നിൻ്റെ കണക്ക് ഹൈ ക്ലാസ് ആയിട്ട് ഇച്ചിരി ഹാൻസം ആയിട്ടുള്ള പയ്യന്മാരുണ്ടെങ്കിൽ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണേന്ന് പറയുന്ന സമയത്തും നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതിന് ഡീല് പറയുവാണ്. ഇനി അന്ന് വൈകിട്ടാണെങ്കിൽ ഡോങ് ആ ഒരു ജോലിയെല്ലാം തീർത്തതിന് ശേഷം ഫ്രണ്ടിൻ്റെ കൂടെ ഒരു സ്ട്രീറ്റ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കാതിരിക്കും കേട്ടോ. ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പെണ്ണ് ചോദിക്കുക, ഹസ്ബൻഡ് ഡ്രസ്സ് സൂപ്പറായിട്ടുണ്ടല്ലോ, ഇത് എന്തുമായാലും ഒരു വലിയൊരു ബിസിനസ് ബ്രാൻഡുണ്ട്, അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് തന്നെ ആവാനാണ് ചാൻസ്. പക്ഷേ ഇത്രയും വില കൂടിയ ഡ്രസ്സ് നീ എങ്ങനെയാണ് വാങ്ങിച്ചതെന്നൊക്കെ ചോദിക്കുന്ന സമയത്തും നടന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഡോങ് പറയാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പെണ്ണ് പറയണം, ഓ അപ്പോൾ അവന് നിന്നെ അത്രയും ആത്മാർത്ഥം ഇഷ്ടം മാത്രമല്ല നിൻ്റെ ഇത്രയും കാര്യങ്ങൾ കെയർ എടുത്ത് അവൻ നോക്കുന്നുണ്ടല്ലോ, നിനക്ക് വേണ്ടി ഡ്രസ്സ് വരെ അറേഞ്ച് ചെയ്ത് തന്നേക്കുന്നത്, നിനക്ക് അവനെ ഇച്ചിരി മൈൻഡ് ചെയ്തുകൂടെ എന്നൊക്കെ പറയുന്ന സമയത്തും ഡോങ് ഇവള് പറയുന്നതൊന്നും വലിയ കാര്യമായിട്ട് അങ്ങ് എടുക്കത്തില്ല കേട്ടോ. എന്നിട്ട് ഇവർ ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ പോകുന്ന സമയത്തും നമ്മുടെ ഫ്രണ്ട് പെണ്ണ് വന്നിട്ട് നമ്മുടെ ചെങ്ങിനും മെസ്സേജ് അയക്കുവാണ്, ഇവനിങ്ങനെ ഒരു ഡിസീസ് ഉണ്ടല്ലോ. അപ്പോൾ ഇവർ പറഞ്ഞായിരുന്നല്ലോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടും ഈ ഒരു ഡിസീസ് വന്ന് നമുക്ക് ശരിയാക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് പെണ്ണ് തീരുമാനിച്ചേക്കുവാണ് ഇവൻ്റെ കൂടെ മൂവ് ഔട്ടായിട്ട് ലിവിങ് ടുഗറായി നിന്നിട്ട് ഇവൻ്റെ കൂടെ നിന്നിട്ട് ആ ഒരു ഡിസീസ് എല്ലാം മാറ്റുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തോടെ ചോദിക്കുന്ന സമയത്ത് മറ്റേ ചെങ്ങിനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് അവനും ആ ഒരു കാര്യം ആക്സെപ്റ്റ് ചെയ്യുവാണ്. ഇനി പിറ്റേന്ന് രാവിലെ കാണിക്കും സുവാങ്ങിനെ കാണാനായിട്ട് ഡോങ് വന്ന് കുറേ വാതിലിന് മുന്നേ ഒന്ന് തട്ടിയൊക്കെ വിളിച്ച് നോക്കുമ്പോഴും എണീക്കത്തില്ല കേട്ടോ. അവിടെ തന്നെ ഇവൾ അകത്ത് കയറി നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇവൻ വന്നിട്ട് ഇവൾ 2 ഡയറക്ടേഴ്സിൻ്റെ പേര് പറഞ്ഞില്ലേ, അപ്പോൾ അവരുടെ മൂവിയൊക്കെ കണ്ടിട്ട് ഇവനാണെങ്കിൽ നല്ല പോത്ത് പോലെ ഉറക്കുക. അപ്പോൾ ഇവൾ കുറേ വിളിച്ചൊക്കെ നോക്കുക, എന്നിട്ട് അവനെ പോയി തൊട്ട് വിളിക്കാമെന്ന് വിചാരിക്കുന്ന സമയത്തും ഇവനാണെങ്കിൽ ഇവളെ പിടിച്ച് മടിയെടുത്തിട്ട് അവനെ ടെഡി ബിയറൊന്നും പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുക കേട്ടോ. പിന്നെയാണ് ഇവന് ബോധം വന്ന് എണീക്കുന്നത് കേട്ടോ. എണീക്കുന്ന സമയത്ത് മനസ്സിലാവുന്നത് നമ്മുടെ ഡോങ് ആണ് മടിയിലിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷൈ ആയ പോലത്തെ ഒരു സിറ്റുവേഷനാണ് അവിടെ ഉണ്ടാകുന്നത്. മാത്രമല്ല നമ്മുടെ അങ്ങനെ അടുത്ത് ഡോങ് വന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഇന്നലെ ഒരു ഡ്രസ്സ് വന്നിട്ട് ഇവൻ കൊടുത്തു കാണുമല്ലോ സാവൻ്റെ, അത് കഴുകി വാഷ് ചെയ്തിട്ട് തിരിച്ച് റിട്ടേൺ ചെയ്യാനാണ് അവൾ വന്നിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ 2 ഡയറക്ടേഴ്സിനെയും മൂവി കണ്ടു, അതിൽ ഡയറക്ടർ ഷൂ എന്ന് പറയുന്ന ഒരാളുണ്ട്, അപ്പോൾ അയാൾ ഡിസൈഡ് ചെയ്തേക്കെന്ന് പറയുന്ന സമയത്തും ഇവളും അതിനെ ഓക്കെ പറയണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യാനാവും പറയുവാണ്.
ഈ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാര്യം ഇങ്ങനെ തീരുമാനിച്ചത് സുവിനെ ആരോ ഒരാൾ പിയോനി കമ്പനിയിൽ നിന്ന് വിളിച്ച് എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നുണ്ട്. എന്ന് സു പറയുന്നത്, നിന്നെ ഞാൻ അവിടെ ജോലിക്ക് കയറ്റിയിട്ടുള്ള മെയിൻ കാര്യം തന്നെ അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് നീ എന്നെ വിളിച്ച് പറയണം, അതിന് വേണ്ടിയാണെന്ന്. ഈ ടൈമിൽ സുവാങ് അതുപോലെ വാങ് കൂടിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുവാങ് ചോദിക്കുവാണ്, നീ എന്തിനാടാ വാങ് ഒരു ഇൻറ്റേണിനെ പേടിച്ചിട്ടൊക്കെ നീ ഇത്രയും ജലസ് ആവേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുന്ന സമയത്തും വാങ് പറയാൻ ഞാൻ ജലസ് ഒന്നും അല്ലല്ലോ എന്ന്. അപ്പോൾ നമ്മുടെ സുവാങ് ചോദിക്കുന്നത്, നിനക്ക് സാവുവിന് ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം, നീ അതിനെ ഇങ്ങനെ മറച്ചു കിടക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് വാങ് ചോദിക്കുന്നത്, നിനക്ക് എങ്ങനെ മനസ്സിലായെന്നും. അപ്പോൾ സുവാങ് പറഞ്ഞു, ഞാൻ നിങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടൊന്നും അല്ലല്ലോ കാണുന്നത്, നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ അത് നേരിട്ട് പറയാൻ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് വാങ് പറയാം, അതൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷേ അവൾ എന്നെ പോയിട്ടുണ്ടായിരിക്കും, അവൾ തയ്യാറാവേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനൊരു സാഡ് കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ സുവാങ്ങിൻ്റെ അടുത്ത് പറയുവാണ്. ഇനി അന്ന് രാത്രിയാണെങ്കിൽ ഈ അഡ്വർടൈസ്മെൻറ്റ് ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു ഡയറക്ടറെ വിളിച്ചിട്ട് നമ്മുടെ ഡോങ് ഡോങ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഷൂട്ടിങ് നടക്കാൻ പോകുന്നു വന്നിട്ട് നമ്മുടെ ഡോങ് ഡോങ് ചെറുപ്പത്തിൽ കുഞ്ഞായിരുന്നപ്പോൾ പഠിച്ച് വളർന്ന ഒരു വില്ലേജ് ഉണ്ട്, അപ്പോൾ അവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഏകദേശം അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ആ ഒരു ലൊക്കേഷൻ തന്നെ അവർ ഓക്കെ ആക്കുവാണ്. ഇനിയാണെങ്കിൽ നമ്മൾ ഷൂട്ടിങ്ങിന് വന്നിട്ട് നമ്മൾ സുവാങ് വരുന്നില്ല, അതുകൊണ്ട് തന്നെ സുവാങ്ങിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും അപ്പം അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ ഡോങ് ഡോങ് മെസ്സേജ് അയച്ച് അറിയിക്കുന്നുണ്ട്. ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഷൂട്ടിങ്ങിനായിട്ട് നമ്മുടെ ഡോങ് ഡോങ്ങും അതുപോലെ തന്നെ ആ ഒരു ഡയറക്ടറും കൂടി അവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിട്ട് ആ സമയത്താണെങ്കിൽ ഇവരുടെ ഒരു ഷൂട്ടിങ്ങിൻ്റെ ക്രൂ ഓൾറെഡി അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ വിളിച്ചിട്ട് ഇങ്ങനെ പറയുവാണ്, ഇങ്ങനെ മഴക്കാറുണ്ട്, ഇവിടെ മഴയുടെ സിറ്റുവേഷനാണ്, അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ കാര്യം എന്തുമായിരിക്കും എന്നൊന്നും അറിയത്തില്ല എന്ന് പറയുന്ന സമയത്ത് അവർ പറയണം, ഓക്കെ എന്തായാലും നോക്കാം, ഞങ്ങൾ അങ്ങോട്ട് എത്തട്ടെ എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുക. മാത്രമല്ല നമ്മുടെ ഓൾറെഡി പറഞ്ഞല്ലോ സാവു വന്നിട്ട് റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ, അപ്പോൾ ഇവരുടെ കമ്പനിക്ക് വേണ്ടി ഒരു പുതിയ തരത്തിലുള്ളൊരു ചായ ഒരു ടീ വന്നിട്ട് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്തൊരു മെഡിക്കൽ പർപ്പസ് ഉള്ള പോലത്തെയാണ്, ഗേൾസിനൊക്കെ കുടിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് സുവാങ്ങിനാണെങ്കിൽ ആകെ ടെൻഷൻ, കാരണം ഇന്നാണ് അവർ അഡ്വർടൈസ്മെൻറ്റ് ഷൂട്ടിങ്ങിന് വേണ്ടി പോയിട്ടുള്ളത്. മാത്രമല്ല ഡോങ് ഡോങ് പോകുന്ന സ്ഥലത്തെ പറ്റിയൊക്കെ ലൊക്കേഷൻ നോക്കുന്ന സമയത്ത് മഴക്കാറിൻ്റെ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് ഇവരാണെങ്കിൽ ആകെ മൊത്തത്തിൽ ടെൻഷനായിട്ടും ഇവനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു മീറ്റിംഗ് പാതി വഴിയെ കളഞ്ഞിട്ട് പോവാണ്. എന്നിട്ടാണെങ്കിൽ ഇവർ ട്രൈ ചെയ്യുമ്പോൾ കോളാണെങ്കിൽ റേഞ്ച് കിട്ടുന്നുമില്ല. മാത്രമല്ല നമ്മുടെ ഡോങ് ഡോങ്ങും ഡയറക്ടറും കൂടി സഞ്ചരിച്ചിരുന്ന ആ വണ്ടിക്ക് വന്ന് കംപ്ലൈൻ്റ് ആയിട്ട് പെട്ടെന്ന് പാതി വഴി നിൽക്കുക കേട്ടോ. അപ്പോൾ എന്തോ കാര്യം എന്നറിയാതെ ഡ്രൈവർ ഇറങ്ങി അതൊക്കെ ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവള് വിചാരിക്കുകയാണ് സുവാങ്ങിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോഴാണെങ്കിൽ റേഞ്ച് ഒട്ടും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ മാറി നിന്ന് കോൾ ചെയ്യാൻ നോക്കുമ്പോൾ ഇവനാണെങ്കിൽ ബിസി, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ വന്ന് ഇവിടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം. അതുകൊണ്ട് തന്നെ ക്രൂ മെമ്പേഴ്സിനെ വിളിച്ചിട്ട് ഇവളിങ്ങനെ അറിയിക്കുവാണ്, പറയാൻ തുടങ്ങുവാണ്, ഇങ്ങനെ ഞങ്ങളുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി എന്ന് പറയുമ്പോൾ ആരൊരാൾ വന്നിട്ട് നമ്മുടെ ഡോങ് ഡോങ്ങിനെ തള്ളിയിടുക കേട്ടോ. അപ്പോൾ അതും കൂടി ആവുന്ന സമയത്തും ഇങ്ങോട്ട് വരുന്ന സമയത്തും ഈ ഒരു പിടിച്ചിരുന്ന ആ ഒരു കുടയും താഴെ വീണ് കിടപ്പുണ്ട്. അതുപോലെ നോക്കുന്ന സമയത്ത് ഇവൾ ആകെ ചെളിയിൽ പുരണ്ട് കിടക്കുക. അപ്പോൾ അവളെ വന്നിട്ട് രക്ഷപ്പെടുത്തി ഇവൻ വന്ന് ഇവൻ്റെ കാറിൽ കയറ്റി ഇരുത്തുവാണ്. അപ്പോൾ കാറിൽ കയറ്റിയിരുന്ന് കഴിയുന്ന സമയത്ത് ഇവളാണെങ്കിൽ ആകെ മഴ നനഞ്ഞേക്കുമല്ലോ, അപ്പോൾ പനിയെങ്ങാനും പിടിക്കത്തില്ലേ. അപ്പോൾ ഇവൾക്ക് മാറാൻ ഡ്രസ്സ് കൊടുക്കുക, എന്നിട്ട് പറയണം ഞാൻ വേണമെങ്കിൽ പുറത്ത് വെയിറ്റ് ചെയ്യാമെന്ന്. അപ്പം നമ്മൾ ഡോങ് ഡോങ് പറയാണ്, അതെന്തിനാണ് നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നത്, ഇത്രയും മഴയത്തൊക്കെ പുറത്ത് പോയി നിങ്ങൾക്ക് കോൾഡ് പിടിക്കത്തില്ല, അതുകൊണ്ട് ഇതിനകത്ത് തന്നെ ഇരുന്നു എന്ന് പറയുന്ന സമയത്തും ഇവന് ഭയങ്കര മര്യാദയ്ക്കുള്ളവനാണ്. ഇവൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ്സൊക്കെ തിരിച്ചു വെച്ച് നോക്കാതിരിക്കും. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് ഡോങ് ഡോങ്ങിന് നൈസായിട്ട് ഇവൻ്റെ മേൽ ചെറിയ രീതിക്കൊക്കെ ഇമ്പ്രഷൻ വരുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ഡയറക്ടർ ആണെങ്കിൽ ഇവൾ അന്വേഷിക്കലോ വെച്ചിട്ട് അപ്പോൾ തന്നെ ഇവൾ വിളിച്ചു പറയാം, ഡയറക്ടർ ഞാനിങ്ങനെ സുവാങ് വന്നിട്ടുണ്ട്, സാറ് വന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ വന്നിട്ട് ഇങ്ങനെ സാറിൻ്റെ കൂട്ടി നിങ്ങൾ പേടിക്കണം, നിങ്ങളങ്ങ് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറയുന്നുണ്ട് തന്നെ ഡയറക്ടർ ഓക്കെ ആവുകയാണ്. മാത്രമല്ല നമ്മുടെ ഫ്രണ്ട് പെണ്ണാണെങ്കിൽ ലിവിങ് ടൂറിന് വേണ്ടിയിട്ടും നമ്മുടെ ചെങ്ങിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ചെങ്ങാണെങ്കിൽ അവൾക്ക് വേണ്ടി ഡിന്നറൊക്കെ സൂപ്പറായിട്ട് അവൻ തന്നെ കുക്ക് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവരിപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അവർ ലിവിങ് ടൂർ മാത്രമല്ല ഫസ്റ്റ് ഡിന്നറും അവിടെ വെച്ച് കഴിക്കുവാണ്. ലാസ്റ്റ് നമ്മുടെ സുവാങ് ഡോങ് ഡോങ് അവരുടെ ഡയറക്ടർ എല്ലാവരും തന്നെ ആ ഒരു ഷൂട്ടിംഗ് പ്ലേസിൽ എത്തിയിട്ട്, അപ്പോൾ അവിടെയാണെങ്കിൽ ഇങ്ങനെ ഒരു ക്ലൈമറ്റ് വന്ന് എപ്പോഴും ഇങ്ങനെ മഴ പെയ്യും, നമുക്കൊന്നും ജസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എപ്പോൾ മഴ പെയ്യുന്നൊക്കെ. അപ്പോൾ അവർക്ക് എന്തുമായാലും അന്നത്തെ ദിവസം ഷൂട്ടിങ് നടക്കാത്തതുകൊണ്ട് തന്നെ ഡയറക്ടർ വന്നിട്ട് പറയണം ഇങ്ങനെ വന്ന് ഇന്നത്തെ ദിവസം എന്തുമായാലും ഷൂട്ടിങ് നടക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ എന്തുമായാലും ശരിയാക്കാം, ഇന്ന് എല്ലാവരും നേരത്തെ കൂടി റെസ്റ്റ് എടുക്കും, നാളെ നമുക്ക് ഷൂട്ടിങ് നടത്താമെന്ന് പറഞ്ഞിട്ട് പോവാട്ടോ. അപ്പോഴാണെങ്കിൽ ഓൾറെഡി അവരുടെ കൂടെയുള്ള ആ ലേഡി പറഞ്ഞു കാണും ഇതിനകത്ത് ഭയങ്കര തണുപ്പാണ്, അതുകൊണ്ട് കോട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഡോങ് ഡോങ് ആലോചിക്കുന്നതേമേ നമ്മൾ സുവാങ് എന്ത് ചെയ്യും, അവനും തണുക്കത്തില്ല, അപ്പോൾ അവനൊരു കോട്ട് കൊണ്ടു കൊടുക്കണ്ടേന്ന് വെച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോട്ട് എടുത്തുകൊണ്ട് ഇവരെ കാണാനായിട്ട് പോകട്ടോ. ആ സമയത്താണെങ്കിൽ സുവാങ്ങിന് അവിടെയുള്ള ആൻറ്റീസ് എല്ലാം കൂടിയിട്ട് നിൻ്റെ കല്യാണം കഴിഞ്ഞ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഇച്ചിരി ഹാൻസം ആണ്, കണ്ടാൽ തന്നെ ഇച്ചിരി റിച്ച് ആണെന്നൊക്കെ തോന്നുന്നുണ്ട് അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇവൻ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും കണ്ടുവരുന്ന ഡോങ് ഡോങ്ങിനെ ഭയങ്കരമായിട്ട് ജലസാവും, കാരണം അവരുടെ പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാനാണ് ഈ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവൾ ഓടി വന്നിട്ട് എന്ന് പറഞ്ഞ് ഇവൻ്റെ കയ്യിലങ്ങ് കയറി പിടിക്കുന്ന സമയത്ത് അവർ ഓ അപ്പം നിങ്ങൾ ന്യൂലി മാരീഡ് ആണോ, നിങ്ങൾക്ക് വൈഫ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവളും ഒന്നും നോന്നൊന്നും പറയാതെ കൂടെ നിൽക്കുക കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഇവൻ എങ്ങനെയൊക്കെയോ അവരുടെ ഇടയിൽ
നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് കൊണ്ടുവരുവാണ്. വരുന്ന സമയത്ത് നമ്മുടെ സുവാങ് ഭയങ്കരമായിട്ട് അവൾക്ക് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. മാത്രമല്ല ഇവനാണെങ്കിൽ ഇവൾക്ക് തണുക്കുന്നു പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്ന് കുറേ കോട്ട്സൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അന്ന് രാത്രി കിടക്കുമ്പോൾ വന്നിട്ട് ഇവർക്കാണെങ്കിൽ ആകെ ഒറ്റ മുറിയേ ഉള്ളൂ, മാത്രമല്ല വലിയൊരു ബെഡാണ്. അപ്പോൾ എല്ലാവരും കൂടി ഡയറക്ടർ അടക്കം എല്ലാവരും 6-7 പേര് ഒരു ബെഡിൽ തന്നെ കിടന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ സുവാങ്ങിൻ്റെ അടുത്ത് നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോങ് ഡോങ് കിടന്നത്. പക്ഷേ സുവാങ് രാത്രി ഉറക്കുന്ന എണീറ്റ് പോകുന്ന സമയത്ത് ഡോങ് ഡോങ്ങിനെ കാണാനില്ല. അപ്പോൾ അവ എണീറ്റ് നോക്കുക ഡോങ് ഡോങ് എവിടെ പോയെന്ന് നോക്കുക കേട്ടോ. ആ ഒരു സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.